ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൊക്കേഷൻ വീഡിയോയുള്ള നമ്മുടെ പുതിയ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ബേക്കൽ ഫോർട്ടിലേക്കാണ്. കാഞ്ഞങ്ങാട് നേരെ ബേക്കൽ ഫോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. മണിരത്നം സാറിൻ്റെ ബോംബെ സിനിമയിലെ സോങ് സീക്വൻസ് ചിത്രീകരിച്ചിട്ടുള്ള ആ ഒരു ഫോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കോട്ടയ്ക്കകത്തേക്ക് പോവാണ്. നമ്മളപ്പുറത്ത് വന്ന് ബസ് ഇറങ്ങി കോട്ടയ്ക്കകത്തേക്ക് നടക്കാനുണ്ട്. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്ന സ്പോട്ടുണ്ട്. അവിടെ ടിക്കറ്റ് എടുത്ത് നമുക്ക് കോട്ടയ്ക്കുള്ളിലേക്ക് കയറാം. വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ, വണ്ടിയിൽ പാർക്ക് ചെയ്യാനൊക്കെ. നമ്മളിപ്പോൾ കോട്ടയുടെ എൻട്രൻസിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. കുറച്ച് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറുണ്ട്. സോങ് ഉണ്ടല്ലോ, ആ സോങ്ങിനകത്ത് അരവിന്ദ് സ്വാമി സാർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്താണ് കേട്ടോ. അവിടെ നമുക്ക് പോവാം. നമ്മളിപ്പോൾ വന്നത് ഈ ഒരു സ്ഥലത്തു നിന്നാണ്. ഇവിടെ നിന്ന് നമ്മൾ വട്ടം കറങ്ങി അവിടെ ചെല്ലാം. ഇതിലെ കൂടി നടക്കുമ്പോൾ തന്നെ അരവിന്ദ് സ്വാമി സാറിനെ മനീഷ പുരാളമ്മേനെ ഓർമ്മ വരും. ഇവിടെ നടക്കുന്നവർ മിക്കവരും ആ ഒരു സോങ് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ബോംബെയിലെ ആ ഒരു സോങ് വെച്ചുകൊണ്ടാണ് ഈ കോട്ടയ്ക്കകം വഴി നടക്കുന്നത്. നമ്മൾ ഈ ഫോർട്ടിൽ ഒരു മഴയ്ക്ക് ശേഷം വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മഴവെള്ളം വീണ് ഈ വെട്ടുകല്ലൊക്കെ കുതിർന്നും ഇച്ചിരി പച്ചപ്പൊക്കെ കയറിയിരിക്കുന്ന കാണാൻ നല്ല രസമായിരിക്കും. ഫോട്ടോഗ്രാഫിക്ക് അപ്പോഴായിരിക്കും ബെസ്റ്റ്. പക്ഷെ നമ്മളിപ്പോൾ വന്ന് നല്ല വെയിലുള്ള സമയത്താണ്. ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഒരു കുപ്പി വെള്ളം കരുതുവാണെങ്കിൽ നന്നായിരിക്കും. കോട്ടയുടെ കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ ഹോള് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ട് പീരങ്കി ഇറക്കി വെച്ചിരുന്ന സ്ഥലമെന്ന് തോന്നുന്നത്. ഇവിടെ നിന്നാലേ ബീച്ചിൻ്റെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. തെങ്ങൊക്കെ ഇത്ര നടന്ന് മടുക്കുമ്പോൾ ഇരിക്കാനാണ്. കുറച്ച് ബെഞ്ചിട്ടിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്നിട്ട് പോകാം. ഈ വഴി താഴേക്ക് ഇറങ്ങിയാൽ നമുക്ക് കടൽ കാണാം. കടൽ തീരത്തേക്ക് ഇറങ്ങാൻ നമുക്ക് അനുമതിയില്ല. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് കടലിൻ്റെ വ്യൂ ഒക്കെ കാണാം. നമുക്ക് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി പോകാം. ഉയരെ സോങ്ങിൽ അരവിന്ദ് സ്വാമി സാർ ഒരു കടൽ തീരത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് കാണിക്കത്തില്ലേ, ആ ലൊക്കേഷൻ ഇതാണ് കേട്ടോ. നമ്മൾ കടലിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചു പോകണം കേട്ടോ. ഇനി വന്ന വഴി കൂടി നേരെ കറങ്ങി പൊക്കത്ത് കയറണം. നല്ല ദൂരമുണ്ട്. അറബിക്കടലിന് തീരത്തായി 35 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട പണി കഴിപ്പിച്ചത് 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ്. ബദലൂർ നായ്ക്കന്മാരിലെ ശിവപ്പ നായ്ക്കാണ് 1650 ഈ കോട്ട നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. കൊലോത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പനായ്ക്ക് പുതുക്കിപ്പണിതു എന്ന മറ്റൊരു വാദവും നിലനിൽക്കുന്നുണ്ട്.
എന്നാൽ ഈ അടുത്തു നടന്ന പുരാവസ്തു വകുപ്പിൻ്റെ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണെന്നാണ്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും ഭരണകേന്ദ്രമായിരുന്നു. ഈ കോട്ടയ്ക്കുള്ളിൽ കൊത്തളങ്ങളും നിരീക്ഷണ ഗോപുരങ്ങളും ഭൂമിക്കടിയിലെ തുരങ്കങ്ങളുമുണ്ട്. 1791 ഈ പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലാകുന്നത്. നമുക്കിനി നിരീക്ഷണ ഗോപുരത്തിൻ്റെ പൊക്കത്തേക്ക് കയറാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിരീക്ഷണ ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ്. നമ്മൾ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട ശേഷം താഴേക്ക് ഇറങ്ങാണ്. ഇതൊരു കിണറായിരുന്നു കേട്ടോ. നേരത്തെ ഇവിടെ നിന്ന് ഈ വഴി കൂടി ഇങ്ങോട്ട് ഇറങ്ങാമായിരുന്നു. ഇറങ്ങാനുള്ള സെറ്റപ്പില്ല, ബ്ലോക്ക് ചെയ്തേക്കാണ്. നമ്മളങ്ങനെ കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ബോംബെ സിനിമയിലെ ഉയിരെ എന്ന് പറയുന്ന സോങ് സീക്വൻസിൻ്റെ ലൊക്കേഷൻ കാഴ്ചകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.